എന്നാ പോയിട്ട് വരാം. താങ്ക് യു. ഓക്കെ. സിസ്റ്ററെ ഇഞ്ചക്ഷൻ എടുത്തേക്ക്. ശരി ഡോക്ടർ. എത്രയായി? 80. കുട്ടികളെ നേഴ്സറിൽ ഇറക്കിയിട്ടേ വേറൊരു ഓട്ടോ വിളിച്ച് വരേണ്ടി വന്നു. ആ വണ്ടിയുടെ ടയർ പഞ്ചറായെന്നേ. കയറിയോണ്ടാണോ? ഡാഡാ ഞാൻ ആ കുട്ടികളെ എന്റെ വണ്ടിയിൽ നഴ്സറിയിൽ വിടാന്ന് പറഞ്ഞല്ലേ ആന്റി? അയ്യോ, അത് അപകടവനെയാ. കുട്ടികളെ നിന്നെ കണ്ട കാര്യം വീട്ടിൽ പറയും. അത് പല ചോദ്യങ്ങൾക്കും ഇടയാക്കും. ആ, അത് ശരിയാണല്ലോ. ഇനിയിപ്പോ അടുത്ത നീക്കെന്താ ആന്റി? ആ ഭദ്രയെ ആർച്ചയും ഭാനുമയുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ആന്റി അവരെ കണ്ടായിരുന്നോ? ഇല്ല, അവരെ കണ്ടില്ലെന്ന് മാത്രമല്ല, അവരുടെ കാര്യമേ ഞാൻ അവിടെ വെച്ച് മിണ്ടിയില്ല. അപ്പൊ പിന്നെ കുട്ടികൾ അവിടെ ഇരുന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അവരെ ഭാനുമയുടെ അടുത്ത് നിർത്താതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ? ബാക്കിയെല്ലാരും അവിടെയല്ലേ ഉള്ളത്. എന്റെ വിനയ, നിന്റെ പിള്ളേര് ഭാനു അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട്. അത് ഞാൻ വിച്ചു മോനോട് തന്ത്രപൂർവ്വം ചോദിച്ചറിഞ്ഞു. ഇനി നീ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെന്ന് നിന്റെ മക്കളെ വിളിച്ചോണ്ട് പോയിക്കോ. നമ്മള് തമ്മിൽ കണ്ടതും സംസാരിച്ചൊന്നും ആരും അറിയണ്ട. അല്ല, ഭാനുമ്മ തടസ്സം നിൽക്കുവാ ആന്റി. ഓ പിന്നെ, അവര് ഉരുക്കുകോട്ടയൊന്നും തീർക്കാൻ പോകുന്നൊന്നും ഇല്ലല്ലോ. ഓ, ഇനി ആരെങ്കിലും വിളിച്ചു പറയാൻ ഒരു ഫോണ് പോലും ഭാനുമ്മയുടെ കയ്യിലില്ല. അപ്പൊ പിന്നെ നിന്റെ സ്വന്തം മക്കളെ നിനക്ക് അവിടെ ഒന്നും വിളിച്ചോണ്ട് പോകാൻ പറ്റില്ലേ? ഒക്കെ പറ്റും. എന്നാലും പ്രായമുള്ളൊരു സ്ത്രീയല്ലേ ഈ ഭാനുമ്മ. പിന്നെ ബലം പ്രയോഗിക്കേണ്ടി വന്നാ അത് പണിയാവും. ഉടക്കിയാല് വിട്ടുതരുന്ന ആളല്ല ഭാനുമ്മ എന്ന് ആന്റിക്ക് അറിയാലോ. അതൊക്കെ നിന്റെ മിടുക്ക് പോലിരിക്കും വിനയ. ചിലപ്പോ മാഷിന്റെ അവസ്ഥ ഇതായതുകൊണ്ട് കുട്ടികളെ വിനയം കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഭാനുമ്മയും വിചാരിച്ചു കൂടുന്നൊന്നും ഇല്ലല്ലോ. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പുറത്തു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും. ആന്റി ലൈനിൽ കിട്ടുമോ? അത് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകാന്നാ വിചാരിച്ചത്. ഇനി എന്തായാലും ഇത് കഴിയട്ടെ. അതിനിടയിലേ എനിക്ക് ഹർഷയെ ഒന്ന് കാണുകയും ചെയ്യാം. ഓക്കെ, ആന്റി ഈ പരിസരത്ത് തന്നെ ഉള്ളത് എനിക്കൊരു എക്സ്ട്രാ എനർജി. ഞാൻ പോട്ടെ. ചെല്ല് ചെല്ല്. ഞാൻ ആന്റിയെ വിളിച്ചിരിക്കും. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ചെല്ലേ. പിന്നെ അനന്തമാഷ് തിരിച്ചു വന്ന് അങ്ങനെ ഇരട്ടക്കുട്ടികളെ വളർത്തി സായുജു അടയണ്ട. അതിനുവേണ്ടിയാ ഞാൻ നിന്നെ കൊളുത്തി വിട്ടത്, അല്ലാതെ നിനക്കെന്തെങ്കിലും നേടിത്തരാനല്ല. അവരൊക്കെ എന്തെങ്കിലും കഴിച്ചതുണ്ടോ ഹോസ്പിറ്റലില്? നീ ഒന്ന് വിളിച്ചു നോക്കി. എന്താ വേണ്ടേ കഴിക്കാൻ? ചായ മതി. കഴിക്കാൻ സ്നാക്സ് വല്ലതും വേണോ? സ്നാക്സ് എന്തേലും മതി. സ്നാക്സ് എടുത്തോ. ഷുഗർ ഇടാലോ അല്ലേ? അനു, ചായയും സ്നാക്സും മാത്രം മതിയോ? രാവിലെ മുതൽ വേറെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം ഇന്ദ്രേട്ടാ. അമ്പിളി ചേച്ചിട്ട് ചെക്കപ്പ് കൂടി കഴിഞ്ഞാ ഞാൻ ഒന്ന് വീട്ടിലേക്ക് പോയിട്ട് വരും. അതിനിപ്പോ എന്താ, ഞാനിപ്പോ തന്നെ നിന്നെ കൊണ്ടുവിടാനു. അമ്പിളി രഘു എന്തായാലും അച്ഛനെ കാണാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകും തോന്നുന്നില്ല. അതിനൊക്കെ നല്ല സമയം എടുക്കും. മിക്കവാറും 4 മണിക്ക് വിസിറ്റേഴ്സ് ടൈമിലെ അവർക്ക് അകത്ത് കയറാൻ പറ്റുമെന്നാ എനിക്ക് തോന്നുന്നത്. എങ്കിൽ പിന്നെ ആ സമയത്ത് തിരിച്ചു വന്നാൽ മതിയല്ലോ. എന്തായാലും കുട്ടികളെ നഴ്സറിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അമ്മയെ കാത്തു നിൽക്കണ്ട. അതിനു മുമ്പ് നമുക്ക് പോയവരെ വിളിച്ചാലോ?